വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നാളെ എല്ലാവരും എക്സാം എഴുതാൻ പോവാണ് അല്ലെ? അപ്പൊ എക്സാം എഴുതാൻ പോണതിന് മുന്നേ ടീച്ചർക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പൊ ഇത്ര ദിവസം നമ്മൾ പഠിച്ചു അല്ലെ? അപ്പൊ ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാം. ഈ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം നിങ്ങൾ എക്സാം എഴുതും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവും, സംശയമില്ല. അപ്പൊ ടീച്ചർ പറയാൻ പോണത് എന്താ വെച്ചാ, നമ്മൾ നാളെ ജൂലൈ 18-ാം തീയതിയാണ് എക്സാം എഴുതാൻ പോവാണ്. ആരും യാതൊരു വിധ തരത്തിലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഒരു യുദ്ധത്തിനൊന്നല്ല പോണത് അല്ലെ? ഇത്രയും നാള് നിങ്ങൾ നടത്തിയിട്ടുള്ള നമ്മുടെ ആ കഠിനാധ്വാനത്തിന്റെ ഫലം നമുക്ക് കിട്ടാനുള്ള ഒരു അവസരമാണ്. അപ്പൊ നമ്മൾ എങ്ങനെ പരീക്ഷയെ നേരിടണം, നമുക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു എക്സാം എഴുതാൻ പോണേ അല്ലെ? അപ്പൊ നമുക്കറിയാം, നമ്മൾ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അത് ഒന്നോ രണ്ടോ ദിവസങ്ങളായിട്ടുള്ളതല്ല, മാസങ്ങളായിട്ട് നമ്മൾ ഒരുങ്ങിയിട്ടുള്ളതാണ് അല്ലെ? അപ്പൊ ടീച്ചറുടെ കൂടെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ടീച്ചറുടെ ഒപ്പം നിന്നിട്ടുള്ള പല കുട്ടികൾക്കും അറിയാം, നമ്മൾ ആദ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, SCERT പാഠഭാഗങ്ങളിൽ നിന്നുള്ള സിലബസുകൾ കവർ ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തിട്ടുണ്ട്, മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും മാത്സും ഒക്കെ ഭംഗിയായിട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് റിവിഷനുകൾ നടത്തിയിട്ടുണ്ട്, ഹോട്ട് ടോപ്പിക്സുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എടുക്കുന്നുണ്ട്. അപ്പോ നമ്മൾ ഇത്രയും നാളും ചെയ്തിട്ടുള്ള ഈ കഠിനാധ്വാനം ഒരിക്കലും എന്താവില്ല, വെറുതെ ആവില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇനി നമ്മുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്, അഥവാ ആത്മവിശ്വാസമാണ് എന്ന് മനസ്സിലാവുക. ചോദ്യ പേപ്പർ കാണുമ്പോ ആദ്യം വരുന്നത് ചിലപ്പോ നമുക്ക് കിട്ടാത്ത ചോദ്യമാവാം, അല്ലെങ്കിൽ കുറച്ച് പ്രയാസമുള്ളതാകാം, അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ ഉള്ളതാകാം. നമ്മൾ പതറേണ്ട കാര്യമില്ല. കാരണം ആദ്യം കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുന്നിൽ 99ഓളം ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. അപ്പൊ ശാന്തായിട്ട് വളരെ റിലാക്സ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യനും ഒന്നോ രണ്ടോ തവണ വായിച്ചതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഉത്തരം നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കുക. മനസ്സിലായില്ലേ? ഇനി അടുത്തത്, ഇത് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോഴുള്ള കാര്യമാണ്. അതിന് പോണതിന് മുമ്പുള്ള നെഗറ്റീവ് ചിന്തകളെ മുഴുവൻ ഒഴിവാക്കുക. എനിക്ക് ഓർമ്മ കിട്ടുമാവോ, പരീക്ഷ ബുദ്ധിമുട്ടാവുമാവോ അല്ലെ? അങ്ങനെ പല കാര്യങ്ങളും അവിടെ ചെന്നിരിക്കുമ്പോ ഞാൻ പഠിച്ചതൊക്കെ ക്ലിയർ ആയിട്ട് ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്നെ ചോദിക്കില്ലാവോ, അങ്ങനെയൊക്കെ ആലോചിച്ച് വെറുതെ സമയം കളയാണ്ടിരിക്കുക. നമ്മൾ പഠിച്ചതില് അല്ലെങ്കിൽ നമ്മുടെ കഴിവില് നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ഐ ക്യാൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുക. എനിക്ക് നേടാൻ പറ്റും, ഞാൻ നേടും എന്നുള്ളത് ഉറപ്പായിട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ എത്രയോ അധികം മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട് മക്കളെ അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടീച്ചർ പറഞ്ഞിട്ടില്ലേ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ 30 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രീവിയസ് ഇയറിലെ LGS മോഡൽ ചെയ്തു. അപ്പൊ ടീച്ചർ പറഞ്ഞു ഇതൊക്കെ മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾ ചെയ്തു നോക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ആ മോക്ക് ടെസ്റ്റ് നമ്മൾ എത്ര ഈസി ആയിട്ടാ ചെയ്ത, അങ്ങനെ ആ ഒരു മോക്ക് ടെസ്റ്റ് എത്ര ഫ്രീ ആയിട്ടുള്ള മൈൻഡോട് കൂടെ ടെൻഷൻ ഇല്ലാതെ ആണോ നിങ്ങൾ വീട്ടിലിരുന്ന് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ ഇത് നമ്മുടെ വീടാണ്, ഞാനൊരു സാധാരണ മോക്ക് ടെസ്റ്റ് ആണ് എഴുതണേ, ആ ഒരു ഫ്രീ മൈൻഡോട് കൂടി നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കൂ. അപ്പൊ നിങ്ങൾ അങ്ങനെ എഴുതൂ. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നേടാൻ പറ്റും. പിന്നെ നിങ്ങളിൽ കോൺഫിഡൻസ് ഇല്ലെങ്കിലും ടീച്ചർക്ക് നിങ്ങളിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം ഇത്രയും നാള് നമ്മൾ അത്രയും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ട് എൻ്റെ ഓരോ കുട്ടികൾക്കും ഉറപ്പായിട്ടും നമ്മുടെ സർക്കാർ ജോലി എന്ന് പറയുന്ന ആ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റുന്നു. ഇത് ആദ്യത്തെ പടി മാത്രമാണ്. കാരണം ഇതൊരു LGS ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ LDCക്ക് പോകണം അല്ലെ? VFE കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അത് നമ്മൾ ഇനി പഠിച്ചു തുടങ്ങും അല്ലെ? അത് ഇനി LDC ഉണ്ട്, ഡിഗ്രി ലെവൽ ഉണ്ട്. അപ്പോ ഇതൊക്കെ ഇനി നമ്മുടെ ഒരു എന്താ പറയാ, ഒരു കൈപ്പിടി അകലം മാത്രമാണ്. ഇതൊക്കെ ഇനി നേടിയെടുക്കാൻ പോകുന്നതാണ്. അതിനു മുമ്പുള്ള ഒരു ട്രയൽ മാത്രമാണ്. വെറുതെ ജസ്റ്റ് നമ്മൾ ആദ്യത്തെ എന്റെ റാങ്ക് ലിസ്റ്റ് LGS ആണ്. ആ ഒരു കോൺഫിഡൻസോട് കൂടി ഭംഗിയായിട്ടും പരീക്ഷ എഴുതുക. ടീച്ചറുടെ എല്ലാ കുട്ടികൾക്കും, ടീച്ചറെ ഫോളോ ചെയ്തിട്ടുള്ളവർക്കും അല്ല ഫോളോ ചെയ്യാത്തവർക്കും, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തവർക്കോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കോ എല്ലാവർക്കും ടീച്ചറുടെ ക്ലാസ് ഒരു സെക്കൻഡെങ്കിലും കണ്ടിട്ടുള്ള എല്ലാ കുട്ടികൾക്കും, കാണാത്ത കുട്ടികൾക്കും ഒക്കെ തന്നെ ടീച്ചറുടെ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. നന്നായിട്ട് നല്ല എന്താ പറയുക, കോൺഫിഡൻസോട് കൂടി നന്നായി ഭഗവാനെ പ്രാർത്ഥിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക, പരീക്ഷ എഴുതാനായിട്ട് ശ്രമിക്കുക. ടീച്ചറും പ്രാർത്ഥിക്കാം. ടീച്ചർ എല്ലാ കുട്ടികൾക്കും ഒന്നുകൂടെ ആശംസകൾ. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് കേട്ടോ.